വർഷങ്ങളായി പുലികളി റിപ്പോർട്ട് ചെയ്യുന്ന ഒരു റിപ്പോർട്ടറാണ് സുജിത്ത്. അതോടൊപ്പം തന്നെ കൃത്യമായി പുലികളിയുടെ എന്താണ് അതിന്റെ ഒരു ഐതിഹ്യം എന്താണ്, ചരിത്രം എന്താണ്, പാരമ്പര്യം എന്താണെന്നൊക്കെ കൃത്യമായിട്ട് അറിയുന്ന ആളാണ് സുജിത്ത്. അപ്പൊ ഇത് കണ്ട് അതിന്റെ ആവേശം ഒക്കെ നമ്മുടെ മനസ്സിലേക്ക് വരുമ്പോൾ ഒരു പുലിവേഷം കെട്ടാൻ തോന്നുന്നുണ്ടോ സുജിത്തെ? പ്രജിനെ, ഞാനതിന് വയറ് പാകപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സ്വാഭാവികമായി അടുത്ത വർഷം നമുക്കൊന്ന് നോക്കാം, ഒന്ന് ശ്രമിച്ചു നോക്കാം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും ഞാൻ വേണ്ടി വയറ് സജ്ജമാക്കാവുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിക്കുന്നുണ്ട്. ചേട്ടാ പറയും. അടിപൊളി ചോറാ, അടിപൊളി പൊളിക്കണം, പൊളിക്കണം. എന്തായാലും ഉഷാറായിട്ട് ആയിക്കോട്ടെ. പുലിക്കളിയാണ്. ഓക്കെ, അങ്ങനെ വിദേശങ്ങളിൽ നിന്ന് പോലും ആളുകൾ ഇവിടേക്ക് ഇങ്ങനെ പുലിക്കളി കാണാൻ വേണ്ടി എത്തുന്നു. എന്തായാലും കടല എന്നാൽ രണ്ടോ. താങ്ക് യു. ആയിക്കോട്ടെ, സ്നേഹം പ്രകടിപ്പിക്കുകയാണ്. ആയിക്കോട്ടെ. അപ്പോൾ ഉഷാറായിട്ട് പുലിക്കളി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ആ ഒരു കാഴ്ചയാണ്. പലതരത്തിൽ പല രീതിയിൽ ആളുകൾ എത്തുന്നു, ആളുകൾ കാണുന്നു, വിദേശത്തുനിന്ന് പോലും ആളുകൾ വരുന്നു, കടല തരുന്നു. എന്തായാലും അതിൻ്റെ ഒരു ആവേശം പ്രകടമാണ്. പൂരത്തിൻ്റെ നഗരിയിൽ അല്പസമയത്തിനകം തന്നെ ഇവിടേക്ക് ഓരോ സംഘങ്ങളായി, ഇപ്പോൾ വെളിയന്നൂർ സംഘം മാത്രമാണ് ഇതുവഴി കടന്നുപോയത്. അങ്ങനെ ഈ സ്വരാജ് റൗണ്ട് പൂർത്തിയാക്കാതെ ഒരു സംഘവും കടന്നു പോകില്ല എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത. എല്ലാവരും സ്വരാജ് റൗണ്ട് ചുറ്റും, സ്വരാജ് റൗണ്ട് ചുറ്റിയാണ് അവരവരുടെ തട്ടകത്തിലേക്ക് മടങ്ങിപ്പോകുക. എന്തായാലും കടല തന്ന ആ ചേട്ടന് വലിയൊരു സ്നേഹം. പ്രജി നേരത്തെ പറഞ്ഞ പോലെ, നേരത്തെ ഞാൻ എന്റെ ശരീരത്തെ പുലിക്കളിക്ക് സജ്ജമാക്കുന്ന കാര്യം പ്രജി നേരത്തെ പറഞ്ഞിരുന്നു. ഞാൻ ശ്രമിക്കാം പ്രജിൻ. എന്തായാലും സ്ക്രീനിൽ കാണുന്നുണ്ട്, നമ്മൾ പ്രേക്ഷകർ കാണുന്നുണ്ട്. ഏതാണ്ട് ഒരു പുലിയുടെ പരുവത്തിലായിട്ടുണ്ട്. നമുക്ക് അടുത്ത തവണ 24ന്റെ പുലിയായിട്ട് സുജിത്തിനെ ഇറക്കാമെന്നാണ് നമ്മൾ കരുതുന്നത്. അപ്പോൾ എന്തായാലും നേരത്തെ ജോറൽ എന്ന് വെച്ചപ്പോൾ ചോറാണ് എന്ന് പറഞ്ഞ ചേട്ടൻ നമ്മൾ നേരത്തെ കണ്ടു. അങ്ങനെ പലതരം ആൾക്കാർ എല്ലാവരും അവിടെ വളരെ ഹാപ്പി ആയിട്ട് എൻജോയ് ചെയ്ത് നമ്മുടെ ഒരു സംസ്കാരത്തിൻ്റെ ഭാഗം കൂടിയാണ് ഈ പുലികളി എന്ന് പറയുന്നത്. നമ്മുടെ എത്രയോ വർഷം പഴക്കമുള്ള ഒരു ആചാരം, അതിങ്ങനെ ഓണക്കാലത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഹാഷ്മി താജ് ഇബ്രാഹിമിലേക്ക് ഒരിക്കൽ കൂടി. ഹാഷ്മി, ഇങ്ങനെ പുലികൾ ഇങ്ങനെ മടയിൽ നിന്ന് ഇറങ്ങി വരുമ്പോഴേ വെറൈറ്റികൾ കണ്ട് കണ്ണു തള്ളുന്ന അവസ്ഥയാണ്. നോക്കുക, ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണാം. പച്ചപ്പുലിയുണ്ട്, നീലപ്പുലിയുണ്ട്, വെള്ളപ്പുലിയുണ്ട്, കറുത്ത പുലിയുണ്ട്, കരിമ്പുലിയുണ്ട്. അങ്ങനെ പുലികളുടെ എന്താ പറയാ, ഒരു പൂരപ്പറമ്പായി അവിടെ സ്വരാജ് റൗണ്ട് മാറുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇനിയിപ്പോൾ ഇരുട്ട് പരന്നു തുടങ്ങും. അപ്പോൾ വെറൈറ്റി ഉണ്ടാകുമോ ഹാഷ്മി? അല്ല, ഉറപ്പായും പ്രജി, ഇവിടെ ഇരുട്ട് പരന്നു തുടങ്ങുമ്പോഴുള്ള വലിയ വെറൈറ്റിക്ക് വേണ്ടിയുള്ള കാത്തിരിപ്പിലാണ് ഇവിടുത്തെ പുലികളി പ്രേമികൾ, തൃശ്ശൂർകാർ മാത്രമല്ല കരക്കാരും ദേശക്കാരും അതിനുള്ള കാത്തിരിപ്പിലുള്ള കാര്യം. ഇരുട്ട് പരന്നു തുടങ്ങുമ്പോഴേക്കും ഈ വെളിച്ച വിന്യാസത്തിന്റെ മഹാവിസ്മയം ഉണ്ടാക്കുന്ന പലതരം പുലികൾ ഉണ്ടാകുമെന്നാണ് പറയുന്നത്. ചക്കാമുക്ക് ദേശം അവരുടെ പുലികളി സംഘം മുന്നോട്ടേക്ക് പോകുന്നുണ്ട്. അടുത്ത സംഘം ഇങ്ങോട്ടേക്ക് എത്താൻ ചക്കാമുക്ക് കഴിഞ്ഞു. ഇപ്പൊ അടുത്ത വരുന്നത് കണ്ണമ്പുഴ അടുത്ത് വരികയാണ്. MG റോഡിൽ നിന്ന് കടന്നു. പല സർപ്രൈസ് ഇനി പുറത്തു വന്നിട്ടില്ല. സർപ്രൈസ് ഇനി വരാൻ കിടക്കുന്നുള്ളൂ. അതെ, ഇനി വരാൻ കിടക്കുന്നുള്ളൂ. സംഭവിക്കണില്ല. രാത്രി ആകുമ്പോഴേക്കും സാധനം വരാനുണ്ട്. പുലിമുഖത്ത് വെളിച്ചുള്ള ടൈപ്പ് വെറൈറ്റി കേട്ടു. പുലിയുടെ കണ്ണ് തിളങ്ങുന്ന പുലിയൊക്കെ ഉണ്ടാവും. പിന്നെ ലൈറ്റിംഗ് മൊത്തം ലൈറ്റ് അല്ല, LED ഇട്ടിട്ടുള്ള ലൈറ്റ് മൊത്തം വെളിച്ച പുലികളായിരിക്കും. LED പുലികൾ ഇറങ്ങി വരുന്നത് ആ ഒരു ലൈറ്റിലേക്കായിരിക്കും. ഇവിടെ സ്വരാജ് മൊത്തം ഒരു പുലിമടയായി മാറി കഴിഞ്ഞിരിക്കുന്നു. തൃശ്ശൂരിന്റെ മാത്രം പ്രത്യേകതയാണ് പുലികളുടെ വിഹാരം. അതെ, വയനാട്ടിൽ പുലി ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, പക്ഷെ തൃശ്ശൂരാണ് പുലി. പുലി ഒരു ഒന്നൊന്നര അല്ലേടാ, ആകെ പുലിയുടെ വ്യവഹാരം ഇവിടെ. നല്ലൊരു ന്യൂസ്. എങ്ങനെയുണ്ട് പുലി? പുലിയുള്ള ഇഷ്ടപ്പെട്ടോ? പിന്നെന്താ, കൊള്ളല്ലോ. ഏതൊക്കെ ഇഷ്ടപ്പെട്ടു? എല്ലാം നല്ല തന്നെ. ഭയങ്കര സർപ്രൈസ് ഒക്കെ വരാൻ പോകുന്നു പറയുന്നുണ്ട്. വൻ സർപ്രൈസ് പുലികൾ നോക്കിയിരുന്ന് കാണാലോ. വെയിറ്റ് ആൻഡ് സീ. എടാ, പുലി ഇഷ്ടപ്പെട്ടോ? പേരെന്തുവാ? ഏത് പുലിയെ ഇഷ്ടപ്പെട്ടെ? കറുപ്പാണ് ഇഷ്ടപ്പെട്ടെ? ഓക്കെ. അപ്പോൾ പ്രജിന് ഇവിടെ ഈ വെളിച്ചം അങ്ങോട്ട് മങ്ങുമ്പോഴേക്കും ഒരുപാട് ഇവിടെ നിന്ന് അങ്ങോട്ട് നോക്കുമ്പോഴേക്കും ഇവിടെ പൂഴി വാരിയിട്ട് താഴെ വീഴാത്ത പോലെ നിറയെ ആളിങ്ങനെ നിൽക്കുക. ഈ പൂരത്തിൻ്റെ കാഴ്ചയിൽ ഇതൊരു പുതിയ കാര്യമല്ല. പ്രജിന് ഇവിടെ നമുക്ക് നീളമുള്ളവർക്ക് നിൽക്കും മാത്രമേ ഈ പറയുന്ന രീതിയിലുള്ള ആ ഹൈ ആംഗിൾ ഷോട്ട് കാണാൻ പറ്റുള്ളൂ. ക്യാമറയ്ക്ക് കാണാൻ പറ്റുമായിരിക്കും. അപ്പോൾ അങ്ങനെ കണ്ടെത്താത്ത ദൂരത്തുള്ള ആൾക്കാർ അങ്ങനെ കിടക്കുകയാണ്, നിറഞ്ഞു കിടക്കുകയാണ് അവിടെ. അപ്പോൾ അങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ അവിടുന്ന് കണ്ണമ്പുഴ
അവിടുന്ന് കണ്ണമ്പുഴ ദേശത്തിന്റെ അടുത്ത ടീം അവിടുന്ന് ഇങ്ങോട്ടൊക്കെ വരുന്നുണ്ട്. അവിടുന്ന് അടുത്ത ടീം യെസ് ഹാഷ്മി, അപ്പോൾ ഞാൻ ആ കാഴ്ചകളിലേക്ക് എത്താം. എന്തായാലും ഇപ്പോൾ നമ്മൾ കാണുന്നത് പോലെ അങ്ങനെ തൃശ്ശൂർ റൗണ്ട് ആകെ സ്വരാജ് റൗണ്ട് ആകെ ഇങ്ങനെ പുലികൾ കീഴടക്കിയിരിക്കുന്നു. പുലിമടയിൽ നിന്നും എല്ലാ പുലികളും പുറത്തെത്തി. അവിടെ പുലികൾ അങ്ങടെ വിഹരിക്കുകയാണ്. ആ കാഴ്ചകളിലേക്ക് വളരെ പെട്ടെന്ന് തിരികെത്താം. ഒരു ചെറിയ ഇടവേളകൾ ബ്രേക്ക്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.